വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശിഷ്യപ്പുകൾ കണ്ടുവണങ്ങാൻ അപൂർവ അവസരമൊരുക്കി പരപ്പ് മാർത്തോമ CMI ഭവൻ, കാർലോ അക്വിറ്റിയ ഫൗണ്ടേഷനും ഇന്ത്യൻ ഏഷ്യൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് തിരുശിഷ്യപ്പ് പ്രദർശനവും അടക്കവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 3 വരെയാണ് അവസരമുള്ളത്. കത്തോലിക്ക സഭയിലെ 1500-ലധികം വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ കണ്ടു വണക്കം ആരംഭിച്ചു. പരപ്പ് മർത്തോമ CMI അത്യപൂർവ തിരുശേഷിപ്പ് വണക്കവും പ്രദർശനവും ഒരുക്കിയിരിക്കുന്നത്. പരപ്പ് CMI ഭവനിലെ ദേവാലയത്തിൽ വിശുദ്ധ ചാവറേച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് അത്യപൂർവമായ തിരുശേഷിപ്പ് വണക്കം നടക്കുന്നത്. പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മുൾമുടിയുടെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശിരോവസ്ത്രത്തിൻ്റെ തിരുശേഷിപ്പുണ്ട്. വിശുദ്ധ തോമാസ് ലീഗായുടെ മാതാവ് കെട്ടിക്കൊടുത്തിട്ടുള്ള അരക്കെട്ടിൻ്റെ തിരുശേഷിപ്പുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ കാൽമുട്ടിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രത്യേകമായിട്ട് വണക്കത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ തറച്ച വിശുദ്ധ കുരിശിന്റെ ഭാവങ്ങൾ, തലയിൽ മുൾക്കിരീടത്തിന്റെ അംശങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ അടുത്ത ഏപ്രിൽ വരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരുടെ തിരുശേഷിപ്പുകളിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നവരുടെ തിരക്കാണ് പരപ്പ് CMI ഭവനിൽ. വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവനും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, വസ്ത്രഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവയാണ് തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത്. കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും എഫ്രോം കുന്നപ്പള്ളി അംഗമായുള്ള ഫാത്തിമറ്റ് സന്യാസി സമൂഹവും ചേർന്നാണ് പ്രദർശനം നടത്തുന്നത്. കാർലോ അക്വിറ്റീസിന്റെ ഇന്ത്യൻ ഫൗണ്ടേഷന്റെയും ഏഷ്യൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലും ഫാത്തിമറ്റ് സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന തിരുശേഷിപ്പുകൾ. 1500-ൽ പരം തിരുശേഷിപ്പുകളിൽ 500-ൽ പരം ഫസ്റ്റ് ക്ലാസ് റിലീക്സും ബാക്കി 1000 വിശുദ്ധർ ഉപയോഗിച്ച അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നേകം തന്നെ 24 ഇടങ്ങളിൽ നമ്മൾ ഈ തിരുശേഷിപ്പ് പ്രദർശനം സംഘടിപ്പിച്ചു. മാന്നാനം പള്ളിയിലായിരുന്നു ഇതിനു മുമ്പ്. ചാവറേച്ചൻ്റെ തിരുനാളോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുണ്യമായ ഈ സുദിനത്തിലേക്ക്, ഈ പുണ്യമായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്തു. റോമിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 25 വർഷത്തെ ശ്രമഫലമായാണ് സഭാ അധികൃതരുടെ സാക്ഷ്യപത്രങ്ങളോടെ തിരുശേഷിപ്പുകൾ ഫൗണ്ടേഷൻ ലഭിച്ചത്. 24 സ്ഥലത്ത് പ്രദർശനവും വണക്കവും ഒരുക്കിയതിനു ശേഷമാണ് പരപ്പ് CMI മാർത്തോമ ഭവനിലെത്തിയത്. തിരുശേഷിപ്പ് വണക്കത്തിനും പ്രദർശനത്തിനും ഏതെങ്കിലും ഇടവക അധികൃതർ ആവശ്യം അറിയിച്ചാൽ പ്രദർശനവും വണക്കവും ഒരുക്കാൻ ഫൗണ്ടേഷൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഫാദർ ജെയിംസ് നീണ്ടുശ്ശേരിൽ, ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ, ഫാദർ ജോൺസൺ പന്തനാനിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും നടക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.